ഹായ്, ഇസ് മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടെബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവ് വാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് ആയി. ഡിയർ സ്റ്റുഡൻസ്, നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രം, നിവിൻ പോളി നയൻതാര ജോഡികൾ. അപ്പോൾ ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം ഇരുവരും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഈ ഒരു ടീസർ. അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ടീസർ 2.4 മില്യൺ വ്യൂസും കടന്ന് യൂട്യൂബിൽ കുതിക്കുകയാണ്. ഇതിൻ്റെ വ്യൂസ് എന്ന് പറയാം. 2019 ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം, അതായത് ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം താരജോഡികളും അല്ലെങ്കിൽ ഇരു ജോഡികളും ഒന്നിക്കുന്ന ഒരു ചിത്രമാണ് എന്ന പ്രത്യേകതയുമുണ്ട് ഡിയർ സ്റ്റുഡൻസ്. ഇതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത് ജോർജ് ഫിലിപ്പ് റോയും സന്ദീപ് കുമാറും ചേർന്ന് രണ്ടുപേർ ചേർന്നാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. തമിഴിനും മലയാളത്തിനും ആയിട്ടാണ് ചിത്രം എടുത്തിരിക്കുന്നത്. ബൈലിംഗലായിട്ടാണ് ചിത്രം എടുത്തിരിക്കുന്നത്. ഡിയർ സ്റ്റുഡൻസ്, നിവിൻ പോളി ഇതിൻ്റെ പ്രൊഡ്യൂസർമാരിൽ ഒരാളാണ്. നിവിൻ തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് സ്ട്രൈക്ക് ആയത് എന്തെന്ന് ലവ് ആക്ഷൻ ഡ്രാമയാണ്. അതിലെ ആ ഒരു ഗെറ്റപ്പ് തന്നെയാണ്. കാരണം താടിയൊക്കെ വെച്ച് നല്ല ലുക്കായിട്ടുണ്ടെന്ന് പറയാം. കാരണം നല്ലൊരു അടിപൊളി, പ്രത്യേകിച്ച് കൂൺ ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല അടിപൊളി ലുക്കായിട്ടാണ് അതിൽ നമുക്ക് ടീസറിൽ കാണുവാൻ സാധിച്ചത്. പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നതും ലവ് ആക്ഷൻ ഡ്രാമയാണ്. ആ ഒരു നിവിൻ പോളിയുടെ ആ ലുക്ക് തന്നെ വളരെ അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോമഡി എന്ന് പറയുന്ന അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്യും. നമ്മളിപ്പോൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ കോമഡി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മേഖല എന്ന് പറയുന്നത് അദ്ദേഹം അടക്കി വെച്ചിരിക്കുകയാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇതിലും ആ ടീച്ചറിൽ നമുക്ക് കാണാൻ സാധിച്ചത് നിവിൻ പോളിയും നയൻതാരയും തമ്മിലുള്ള ആ ഒരു സീൻസൊക്കെ വളരെ ഹ്യൂമറായിട്ടുണ്ട്. വളരെയധികം എൻ്റർടൈൻ ചെയ്തല്ലേ, എൻജോയ് ചെയ്താണ് കണ്ടതെന്ന് പറയാം. വളരെ നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള സീക്വൻസുകളാണ് കാണിച്ചത്. അതോടൊപ്പം നയൻതാരയുടെ ഫൈറ്റ് സീക്വൻസ് കാണിക്കുന്നുണ്ട്, നിവിൻ പോളിയുടെ ഫൈറ്റ് സീക്വൻസ് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു ലേഡി അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ലേഡി ക്യാരക്ടറിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണെന്ന് തോന്നുന്നു. അങ്ങനെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് നയൻതാരയ്ക്കായിരിക്കും കൂടുതൽ പ്രാധാന്യമെന്ന് തോന്നുന്നു. ഏതായാലും ലവ് ആക്ഷൻ ഡ്രാമയുടെ ആ ഒരു സംഭവങ്ങളാണ് എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതും. ഏതായാലും നിവിൻ പോളിക്ക് ഈ ഒരു പൂവാലൻ വേഷം അല്ലെങ്കിൽ പൂവാലൻ റോൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന് പണ്ട് തൊട്ടേ അദ്ദേഹം മികച്ചതാക്കും. പ്രത്യേകിച്ച് ഹ്യൂമറൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം മികച്ചതാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ടീസർ കണ്ടപ്പോൾ പെട്ടെന്ന് മൈൻഡിലേക്ക് സ്ട്രൈക്ക് ചെയ്തതും അദ്ദേഹം 2011 തൊട്ട് 2019 വരെ ചെയ്തു വെച്ച കുറേ സിനിമകളുടെ ആ ഒരു ഇതാണ് എനിക്ക് മൈൻഡിലേക്ക് വന്നത്. അദ്ദേഹം വളരെ ഡൗൺഫോളിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു കമ്പാക്കിന് വേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണെന്ന് പറയാം. വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയിലൊരു ചെറിയൊരു സംഭവം നടത്തിയെങ്കിലും ഒരു പൂർണ്ണമായിട്ടൊരു തിരിച്ചുവരവ് നമ്മളിങ്ങനെ വെയിറ്റിങ്ങിലാണെന്ന് പറയാം. കാരണം അതൊരു മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയുള്ള വരുന്ന ലൈനപ്സൊക്കെ വളരെയധികം പ്രോമിസിങ് നൽകുന്ന ലൈനപ്സാണ്. ഏതായാലും വളരെയധികം എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയായിരുന്നു ലവ് ആക്ഷൻ ഡ്രാമ. അതിൻ്റെ ആ ഒരു ഇത് തന്നെ മൈൻഡിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ലുക്കും കാര്യങ്ങളുമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വീണ്ടും പഴയ ലുക്കിലേക്ക് അദ്ദേഹം വരികയാണെന്ന് തോന്നുന്നു. ഏതായാലും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ താടി വെച്ചുകൊണ്ടുള്ള വളരെ സ്റ്റൈലിഷ് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെയേറെ ചിരിപടർത്തിയ ഒരു ടീസറായിരുന്നു അണിയർ പ്രവർത്തകർ പുറത്ത് വിട്ടത്. പഴയ ആ ഒരു പൂവാലൻ നിവിൻ പോളിയെ നമുക്ക് വീണ്ടും കാണുവാൻ സാധിച്ചു എന്ന്. ഏതായാലും റിലീസ് ഡേറ്റും കാര്യങ്ങളൊന്നും ഇത് പ്രഖ്യാപിച്ചിട്ടില്ല. നല്ലൊരു ഫണ്ണി സിനിമയായിരിക്കുമെന്ന കാര്യത്തിൽ, നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു കാലത്തെ എൻ്റർടൈനർ ആയിരുന്നല്ലോ ഇദ്ദേഹം. ഈ സമീപകാലത്താണല്ലോ ഇദ്ദേഹത്തിന് അത്രയേറെ കൂടുതൽ പരാജയ ചിത്രങ്ങൾ നേരിട്ടത്. 2011 മുതൽ 2019 വരെ മലയാള സിനിമയിലെ നല്ലൊരു എൻ്റർടൈനറായിരുന്നു ഇദ്ദേഹം. ഒരു ക്രൗഡ് പുള്ളറായിരുന്നു. ഏതായാലും അദ്ദേഹം ഇനി തിരിച്ചു വരട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.